ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമേ ട്രംപിന്റെ ഇനോഗ്രൽ ഫംഗ്ഷൻ അത് തകൃതിയായിട്ട് അമേരിക്കയിൽ നടക്കുകയാണ്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്നും പോയിരുന്നത് പ്രൈവറ്റായിട്ട് ക്ഷണിച്ചിരുന്നത് മുകേഷ് അംബാനി, നിത അംബാനി രണ്ടുപേരെയാണ് ക്ഷണിച്ചിരുന്നത്. അത് പ്രീവിയസ് ഡേ ഈവനിങ് തന്നെ അവരോട് ഉണ്ടായിരുന്നു. അത് 100 പ്രമുഖ വ്യക്തിത്വങ്ങളെ ക്ഷണിച്ചതിൽ ഇന്ത്യയിൽ നിന്നും ഈ ഒരു അംബാനി ഫാമിലിയാണ് ക്ഷണിക്കപ്പെട്ടത്. അവർക്കാണ് ആ ഒരു സാഹചര്യം ഒരുങ്ങിയത്. അപ്പോൾ എന്തായാലും അവർ പോയി ആഘോഷത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതിനെ തുടർന്ന് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ചില നിർണായകമായിട്ടുള്ള പോയിന്റുകൾ അവിടെ പറയുകയുണ്ടായി. അതായത് അമേരിക്കക്കാരുടെ ടാക്സ് കുറയ്ക്കും, അതുപോലെ ഇൻസൈഡ് താരിഫുകളിലൊക്കെ കുറവ് വരുത്തും. അതുപോലെ തന്നെ പിന്നെ മസ്കിനെയൊക്കെ വിളിച്ച് സംസാരിപ്പിച്ചു. ഇലോൺ മസ്കിനെയൊക്കെ പ്രശംസിച്ചു, വളരെ ജീനിയസ് ആയിട്ടുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. ലിറ്റിൽ എക്സ് ഇലോൺ മസ്കിന്റെ മോനും കൂടെ ആ ഒരു സ്റ്റേജിലേക്ക് വന്നു. ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സെറമണി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയത്. അതായത് പുള്ളി പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇനോഗ്രേഷനിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ 3 ബന്ദികളെ മോചിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള വാചകം കൂടെ പറഞ്ഞിട്ടാണ് ട്രംപ് തുടങ്ങുന്നത്. അപ്പൊ അതായത് അത് ഇസ്രായേലിൽ സംഭവിച്ച ആ ഒരു ബന്ദി മോചനം അതിനെയാണ് പുള്ളി സൂചിപ്പിച്ചത്. അപ്പൊ അതിന് ഭയങ്കര ക്ലാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് തന്നെ പുള്ളി തുടരെ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായത്. അതായത് റഷ്യ ഉക്രൈൻ വാറിൽ ഞാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും, ഇല്ലെങ്കിൽ അത് ഒരു 3ാം വേൾഡ് വാറിലേക്ക്, അത് 3ാം ലോകമഹായുദ്ധത്തിലേക്ക് അത് വഴിതെളിയിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാനൊരു അവസാനം ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു രീതിയിൽ നടക്കുമ്പോൾ തന്നെ ബൈ അമേരിക്ക ഹയർ അമേരിക്ക, അപ്പൊ ബൈ അമേരിക്ക ഹയർ അമേരിക്ക പറയുമ്പോഴത്തേക്കും ക്ലാപ്സ് ഒക്കെ കുറച്ച് കുറഞ്ഞു. കാരണം ഈ ഹയർ അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലി അമേരിക്കൻസിന് മാത്രം ജോലി കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വന്നൊരു ചെറിയൊരു തളർച്ചയാണ്, ഒരു ക്ഷീണമാണ് അവിടെ സംഭവിച്ചത്. പിന്നെ അതിനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് ബൈഡനെ കുറിച്ച് ആദ്യമേ തന്നെ താങ്ങി സംസാരിച്ചത്, അതിനകത്ത് പറഞ്ഞത് അതായത് ഈ ഒരു സീസ് ഫയർ ഡീല് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കേയോസ് ഞാൻ അവസാനിപ്പിച്ചു. ആ ഒരു കേയോസിൽ എന്റെ നിർണായകമായ പങ്കാളിത്തത്തിലാണ് ഈ ഒരു സീസ് ഫയർ ഡീൽ നടന്നത്. പിന്നെ അതിനിപ്പോ ഈ ബൈഡൻ എന്തോ അവകാശം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. ബൈഡൻ അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ബൈഡന്റെ സൈഡിൽ നിന്ന് പറയുന്നത് വെച്ചാല് അതായത് തുടർന്ന് ഈ ഒരു വാർ അവസാനിപ്പിക്കട്ടെ, ഈ ഒരു സീസ് ഫയർ നടന്നത് നല്ലത് തന്നെ, പെർമനന്റ് ആയിട്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് അത് പോട്ടെ എന്നുള്ള രീതിയിലാണ് ബൈഡൻ പറഞ്ഞത്. പിന്നെ പുള്ളി ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഹമാസിന് ഇനി ഫണ്ട് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. ഹമാസിന് ഏതൊക്കെ രീതിയിൽ ഫണ്ട് പോകുന്നുണ്ടോ ആ ഫണ്ട് മൊത്തം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം പുള്ളി നടപ്പിലാക്കി കാണിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. പക്ഷേ ഹമാസിന് ഇനി നയാ പൈസ കൊടുക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ഈ ഗാസയ്ക്കുള്ളിൽ ഒരു റീകൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് പൈസ വേണ്ടേ? അപ്പൊ എന്തായാലും ഫണ്ട് പോകും. ഇതൊക്കെ ഏത് രീതിയിൽ നടന്നു കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഈ ഒരു ഇനോഗ്രൽ സെറമണിയിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പുള്ളി പറയാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നെതന്യാഹുമായിട്ട് നടന്ന ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ് ആണ്. കാരണം നെതന്യാഹു ഈ ഒരു സീസ് ഫയർ ഡീലിന് ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നു. പക്ഷെ ട്രംപിന്റെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റപ്പും കൂടി ആയതുകൊണ്ടാണ് ട്രംപ് ഇത്രമാത്രം ഫോഴ്സ്ഫുള്ളി അത് സമ്മതിപ്പിച്ചത്. ഇറങ്ങിപ്പോകുന്ന ബൈഡനും ഇതൊരു നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. അതുപോലെ തന്നെ വന്നു കയറുന്ന ട്രംപിനും ഇതൊരു വലിയൊരു ചാലഞ്ചിങ് പോയിന്റ് ആയിരുന്നു. അതുകൊണ്ട് രണ്ട് സൈഡിലുമുള്ള പ്രഷർ ഇട്ടുകൊണ്ടാണ് നെതന്യാഹുവിന്റെ മേളിൽ ഈ ഒരു സീസ് ഫയർ അടിച്ചേൽപ്പിച്ചത്. അങ്ങനെ തന്നെ പറയേണ്ടി. പിന്നെ അതുപോലെ അഫ്ഗാനിസ്ഥാനെയും എടുത്ത് പരാമർശിക്കേണ്ടായിരുന്നു. താലിബാനിന് എന്തിനാണ് നമ്മൾ ഈ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അത് നിർത്തേണ്ട സമയമായി എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് താലിബാനിൽ മന്ത്ലി വീക്ക്ലി എന്നൊക്കെ ഫണ്ട് വീക്ക്ലി 40 മില്യൺ വെച്ച് താലിബാന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്തിനാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലയിൽ ആ ഒരു ഫണ്ട് കൊടുക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പുള്ളി ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ എന്തോ ഒരു തീരുമാനം പുള്ളി കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ താലിബാനുമായിട്ടുള്ള ഒരു ബന്ധം, ഈ ഒരു പൈസ കൊടുത്തുള്ള ഒരു ബന്ധം അമേരിക്ക നിർത്തുന്നുവെങ്കിൽ താലിബാൻ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. കാരണം ഈ ഫണ്ട് കിട്ടുന്നതുകൊണ്ടാണല്ലോ അമേരിക്ക പറയുന്നത് ചെറുതായിട്ടെങ്കിലും കേൾക്കേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം താലിബാനും ആ ഒരു ബാധ്യതയിൽ നിന്ന് ഒഴിവാവാം. പക്ഷേ താലിബാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇനി വീണ്ടും അവരുടേതായിട്ടുള്ള മറ്റേ കൃഷി ഉണ്ടല്ലോ, മരുന്ന് കച്ചവടം, ആ ഒരു കൃഷി ചിലപ്പോൾ അവർ തുടങ്ങേണ്ടി വരും. പിന്നെ പുള്ളി പറഞ്ഞ പോലെ തന്നെ അമേരിക്കയുടെ ഇൻസൈഡിൽ ടാക്സ് കുറയ്ക്കും, സാലറി വർദ്ധിപ്പിക്കും, ഇങ്ങനെയുള്ള കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനികൾ ഞാൻ ഉള്ളിൽ കൊണ്ടുവരും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഇത് എന്റെ അവസാനത്തെ ഒരു അവസരമാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ വിജയിച്ചതുപോലെയല്ല, ഇത്തവണ ഞാൻ വളരെ പവർഫുൾ ആയിട്ടാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യണം എന്ന് എന്റെ മനസ്സിലുണ്ട് എന്നുള്ളൊരു ആഗ്രഹം കൂടെയാണ് പുള്ളി പറഞ്ഞത്. ഇലോൺ മസ്കിന്റെ ഈ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചിട്ട് അത് തിരിച്ചിറക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിനെയും പുള്ളി നല്ല രീതിയിൽ തന്നെ അഭിനന്ദിച്ച് സംസാരിക്കുകയുണ്ടായി. അതായത് ഒരു അമ്മ കൊച്ചിനെ എടുക്കുന്ന ലാവകത്തോടു കൂടി ഈ ഒരു റോക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഇരുമ്പ് കരങ്ങൾ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പുള്ളി പറഞ്ഞു തീർത്തത്. അതിനെ വളരെ മനോഹരമായിട്ട് തന്നെ പറയുകയുണ്ടായി. അപ്പൊ പുള്ളി ഒരു ജീനിയസ് ആണ് എന്ന് തന്നെ, എലോൺ മസ്ക് ഒരു സെപ്പറേറ്റ് ടെക്നോളജി തന്നെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ ഒക്കെ കൊടുത്തുകൊണ്ടാണ് പുള്ളി സംസാരിച്ചത്. എലോൺ മസ്കും അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇത് ഐഡന്റിഫൈ ചെയ്തത്, അതുപോലെ തന്നെ അക്നോളജ് ചെയ്ത് തിരിച്ച് സംസാരിക്കേണ്ടായത്. പണി വാങ്ങിച്ചു കൂട്ടിയത് ചൈനയുടെ ഷീ ജിൻപിങ് ആണ്. പുള്ളിയെ ക്ഷണിച്ചിട്ട് പുള്ളി പോകാത്തത് കൊണ്ട് തന്നെ ഈ ടിക്ടോക്കിനെ എടുത്ത് പഞ്ഞിക്കിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ ടിക്ടോക്ക് ബാൻഡ് ആണ്. അവർക്ക് ഇനിയും കുറെ വർഷങ്ങൾക്ക്, അതായത് ഒരു ലോങ് ടേം പ്ലാൻ വെച്ചിട്ട് ഒരു ഗ്രേറ്റസ്റ്റ് ലെവലിൽ എത്തിക്കാന്നുള്ളതായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അവർ. അതുകൊണ്ട് ഫിനാൻഷ്യലി കുറച്ചുകൂടെ
അവർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യമാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അതിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ ഒരു ഗ്ലോബലി തന്നെ ബ്രിക്സ് ഒക്കെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ കറൻസിയുമായിട്ടാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ബദലായിട്ട് അമേരിക്കയുടെ ഡോളർ കൊണ്ട് തന്നെ ഒരു കറൻസി രൂപീകരിച്ചാൽ എന്താണ് എന്നുള്ള നിലയിലാണ് അവർ ചിന്തിക്കുന്നത്. അതായത് അമേരിക്കൻ കറൻസിക്ക് ബദലായിട്ട് ഒരു ക്രിപ്റ്റോ ഡിജിറ്റൽ കറൻസി തന്നെ രൂപീകരിച്ച് അതിനെ മാർക്കറ്റിൽ ഒരു കോമ്പീറ്റഡ് കറൻസി ആയിട്ട് വെളിയിൽ ഇറക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ഡോളറിനെ സംബന്ധിച്ച് ഒരു ക്രിപ്റ്റോ കറൻസി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ഡിജിറ്റൽ കറൻസി ആയിട്ട് വളരെ സ്ട്രെങ്ത്തും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറൻസി ആയിട്ട് അത് രൂപപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡോളർ ഇപ്പൊ തൽക്കാലം ഒരു സ്ട്രെങ്തൻ ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു കറൻസിയാണ്. അപ്പൊ ആ ഒരു കറൻസിയിൽ തന്നെ ഒരു ഡിജിറ്റൽ മണി വരുമ്പോഴത്തേക്കും അതിലേക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഐഡിയ ആണ്. ഇതിന്റെ പുറകിലെല്ലാം ഇലോൺ മസ്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ അമേരിക്കയെ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല. അവർ ചില പ്ലാനുകൾ അവർ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് 3 to 4 സ്റ്റെപ്പ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പദ്ധതികൾ തന്നെയാണ് അവർ രൂപീകരിച്ച് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ട്രംപ് തന്നെ ഓൾറെഡി ഒരു ബിസിനസ്മാൻ ആണ്. അപ്പൊ അതിന്റെ കൂടെ ഇതുപോലെ ടെക്നോളജിയിലും ബിസിനസ്സിലും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലോൺ മസ്കും കൂടെ ചേരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഒരു നെക്സ്റ്റ് 4 years പൊളിക്കും തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഈ ഹമാസ് തീവ്രവാദികൾ ശരിക്കും ഇന്നലെ ഈ ഒരു ബന്ദികളെ വിട്ടയച്ച സമയത്ത് ഗിഫ്റ്റ് കൊടുത്തയച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു റൂമർ ഇങ്ങനെ പരക്കെ നടക്കുന്നുണ്ട്. ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കിടന്ന ഒരു അത് ജസ്റ്റ് ഒരു കവർ, ഒരു പേപ്പർ കവർ, അതിനകത്ത് ഈ ഒരു ഹമാസിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോഗോയൊക്കെ അതിനകത്ത് പതിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലസ്തീന്റെ മാപ്പാണ് കേട്ടോ. പഴയ അതായത് പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മാപ്പ്, ആ മാപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് അതിനകത്ത് ഇവർ ഗിഫ്റ്റ് ഒന്നുമില്ല. അത് അവരുടെ ഒരു മെസ്സേജ് പാസ് ചെയ്യാണ്. അല്ലാണ്ട് ഗിഫ്റ്റ് എന്നുള്ള നിലയിലാണ് അത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഹമാസ് ഗിഫ്റ്റ് കൊടുത്തേച്ചു എന്ന് പറഞ്ഞിട്ട്. ഹമാസ് കൊടുത്ത ഗിഫ്റ്റ് അല്ല, അതൊരു മെസ്സേജ് ആണ്. അതുപോലെ തന്നെ ആ ഒരു ബന്ദിയെ റിലീസ് ചെയ്യുന്ന സമയത്ത് അവരിട്ടിരിക്കുന്ന ക്ലോത്ത് പാലസ്തീനിയൻ ഫ്ലാഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രസ് കോഡാണ് അവർ ധരിപ്പിച്ച് വിട്ടത് തന്നെയും. അവരെ തന്നെ ആ ഒരു ഹോസ്റ്റേജിനെ, അതായത് ഈ ബന്ദിയെ കൊണ്ടുപോയിട്ട് അവരെ തന്നെ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു വസ്തുവായിട്ട് അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അതിന്റെ സിംബോളിക് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ അവിടെ അവര് വലിയ ആൾക്കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് സൂംഡ് പിക്ചറിലാണ് അങ്ങനെ കാണിക്കുന്നത്. നമ്മൾ അത് പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോങ് ഷോട്ടിൽ നോക്കുമ്പോഴത്തേക്കും അത് കൃത്യമായ ചില ഒരു നിശ്ചിത പരിധിയിലുള്ള ഒരു 500 പേര് കൂടുന്ന ഒരു കൂട്ടം, അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും ആൾക്കാരെ അവിടെ ആ ഒരു സ്ഥലത്ത് കൂടിയിരുന്നുള്ളൂ ഈ ഒരു റിലീസിന്റെ സമയത്ത്. അത് ഇവർ ക്ലോസ്അപ്പ് ഷോട്ടിൽ എടുത്തിട്ട് അതിനെ വലിയ രീതിയിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന രീതിയിലും അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവർ ആ ഒരു ഇമേജ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് ആ രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് ആ രീതിയിൽ ഒരു പോപ്പുലാരിറ്റി കിട്ടിയത്. എന്തോ ഹമാസ് അവിടെ ഒരുപാട് പേരുണ്ടെന്നുള്ള ഒരു ധാരണ മറ്റുള്ളവർക്ക് കിട്ടിയത്. അവിടെ ഒരുപാട് പേരൊന്നുമില്ല വന്നതിൽ. ഏറ്റവും കൂടുതൽ 4-5 SUV-യിലാണ് അവർ വന്നത്. അതിൽ ഏറെക്കുറെ എന്താണ് ഒരു 10-30 പേര് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അതായത് എൻറ്റയർ ഹമാസിന്റെ ടീം ഇന്നലെ വന്നതിൽ ഒരു 30 പേര് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. അല്ലാതെ അവിടെ ഒരുപാട് ആൾക്കാരൊന്നും വന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന കണക്കുള്ള ഹമാസിന്റെ മെമ്പേഴ്സ് ഒന്നും ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് വസ്തുത. ഇസ്രായേൽ കഴിഞ്ഞ മെയ് 2024 ഒരു ഓപ്പറേഷൻ നടത്തിയായിരുന്നു. അതിനകത്ത് ഹമാസിന്റെ ചീഫ് പൊസിഷനിലുള്ള 2 ആൾക്കാരെ കൊലപ്പെടുത്തിയായിരുന്നു. അതിൽ മുഹമ്മദ് ദെയ്ദ് എന്ന് പറഞ്ഞ ഒരാൾ, അതേപോലെ മർവാൻ ഈസ. ഈ മർവാൻ ഈസയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. പക്ഷേ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിട്ടില്ല. കാരണം ഇസ്രായേൽ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് താമസിച്ചിരുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് ദെയ്ദിന്റെ വാർത്ത അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മർവാൻ ഈസയുടെ വാർത്ത അവർ ഞായറാഴ്ചയാണ് പബ്ലിഷ് ചെയ്തത്. അതായത് ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത്, ആളിപ്പോ ജീവിച്ചിരിപ്പില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ഹമാസിന് നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ മർവാൻ ഈസ എന്ന് പറഞ്ഞ വ്യക്തി എവിടെയെങ്കിലും ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ് ഹമാസ്. പക്ഷെ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. കാരണം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചീഫ് പൊസിഷനിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മർവാൻ ഈസ. അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും അത് റിപ്പോർട്ട് ചെയ്ത ആള് ഹമാസിന്റെ ഒരു ചീഫ് ലീഡർ പൊസിഷനിലുള്ള ആൾ തന്നെയാണ് ഈ പത്രമാധ്യമങ്ങളിൽ സംസാരിച്ചപ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്, ആ കാര്യം ഷെയർ ചെയ്തത്. എന്തായാലും ഹമാസിന് ഇങ്ങനെ മാരകമായിട്ടുള്ള ചില ഷോക്ക് ട്രീറ്റ്മെന്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇസ്രായേൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹു എന്തുകൊണ്ടാണ് ഈ പാലസ്തീൻ അതോറിറ്റിയെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലസ്തീൻ അതോറിറ്റിയെ ഈ ഗാസയെ നയിക്കാൻ വേണ്ടിയിട്ട് വേണ്ട എന്ന് പറയുന്നതിന്റെ റീസൺ, അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കാം. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.